ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്ദ്രിത് മീഡിയയുടെ മറ്റൊരു വ്യത്യസ്ത വീഡിയോയിലേക്ക് സ്വാഗതം. വ്യത്യസ്ത വീഡിയോ എന്ന് പറയാൻ കാരണം ഇന്ന് നമ്മൾ കാണാനും അറിയാനും പോകുന്നത് വളരെ ഡെലീഷ്യസ് ആയ ഒരു അറബിക് സ്വീറ്റ് ഡിഷിനെ പറ്റിയാണ്. കുനാഫ എന്നതാണ് അതിൻ്റെ പേര്. കുനാഫെ, ക്നാഫെ, കൊനാഫി എന്നൊക്കെ ഇത് അറിയപ്പെടാറുണ്ട്. അറേബ്യൻ നാടുകളിലാണ് ഇതിൻ്റെ ഉത്ഭവം. ഡഫ് അഥവാ മൈദാമാവ്, ഷുഗർ അഥവാ പഞ്ചസാര, ചീസ് അഥവാ പാൽക്കട്ടി, അൽമോൺസ് അഥവാ ബദാം, പിസ്ത, റോസ് വാട്ടർ, കയാമക് ഒരു തരം പാൽ ഉൽപ്പന്നം എന്നിവയാണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ആയിട്ട് വരുന്നത്. കുനാഫെ ഒരു പരമ്പരാഗത മധ്യപൗരസ്ത്യ പലഹാരമാണ്. കറ്റൈഫി എന്ന് വിളിക്കപ്പെടുന്ന അത്താർ എന്ന മധുരവും പഞ്ചസാരയും അടങ്ങിയ സിറപ്പിൽ കുതിർത്ത് സാധാരണയായി പാൽക്കട്ടിയിലോ അല്ലെങ്കിലോ ഉണ്ടാക്കുന്ന സ്ഥലത്ത് ലഭ്യമായതിനെ ആശ്രയിച്ച് കട്ട പിടിച്ച ക്രീം, പിസ്ത അല്ലെങ്കിൽ പരിപ്പ് പോലുള്ള മറ്റു ചേരുവകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഏറ്റവും ജനപ്രിയമായിട്ടുള്ളത് അറേബ്യൻ രാജ്യങ്ങളിലാണ്. നബ്ലസ് നഗരത്തിൽ നിന്ന് ഉത്ഭവിച്ച ക്നാഫെ നബുൽസിയെ എന്ന മധുര പലഹാരത്തിൽ നിന്നാണ് ഇന്ന് കാണുന്ന കുനാഫെ ഉണ്ടായത്. ഏറ്റവും കൂടുതൽ പ്രശസ്തമായ പാലസ്തീൻ മധുര പലഹാരം കൂടിയാണിത്. ഇതിൽ ഉപയോഗിക്കുന്ന ചീസ് ക്നാഫെ നബുൽസി എന്ന വെള്ള ബ്രൈൻ ചീസാണ്. വലിയ വൃത്താകൃതിയിലുള്ള ആഴം കുറഞ്ഞ പാത്രത്തിലാണ് ഇതുണ്ടാക്കുന്നത്. മുകളിൽ ചതച്ച പിസ്തയും വിതറും. ഇന്നത്തെ ആധുനിക കുനാഫ എങ്ങനെ ഇരിക്കുമെന്നും കാണാൻ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നുമൊക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ വാങ്ങിച്ച നമ്മുടെ കുനാഫയുടെ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് ഇതിൻ്റെ തമ്പനയിലിൽ കാണിച്ച പോലെ കുനാഫയുടെ ചരിത്രത്തിലേക്ക് പോകാം. ഈജിപ്തിൽ റമദാനിലെ ഖലീഫമാരുടെ വിശപ്പ് ശമിപ്പിക്കാൻ ഡോക്ടർമാർ ഉണ്ടാക്കിയതും നിർദ്ദേശിച്ചതും ഈ വിഭവമാണ് എന്നതാണ് ഒരു സാധാരണ കഥ. ഈ കഥ ഈജിപ്തിലെ ഫാത്തിമിഡിലോ സിറിയയിലെ ഉമയ്യദ് ഖിലാഫത്തിലോ സംഭവിച്ചതായി പല വിധത്തിൽ പറയപ്പെടുന്നു. 10ാം നൂറ്റാണ്ടിൽ തന്നെ ഇത് രേഖാമൂലം പരാമർശിക്കപ്പെട്ടിരുന്നുവെന്നും ഫാത്തിമിൻ വംശജരാണിത് ഉണ്ടാക്കിയത് എന്നും പറയപ്പെടുന്നു. പക്ഷേ ചരിത്ര ഗ്രന്ഥങ്ങളിൽ പരാമർശിച്ചിരിക്കുന്ന വിഭവങ്ങൾ കുനാഫയുടെ പുതിയ രൂപങ്ങൾക്ക് തുല്യമായിരിക്കണമെന്നില്ല. അതായത് ഇന്ന് കാണുന്ന കുനാഫയിൽ നിന്നും തീർത്തും വ്യത്യസ്തമാകാനാണ് സാധ്യത. അന്നത്തെ കുനാഫ ടിഷ്യൂ പോലെ കനം കുറഞ്ഞതായും പറയപ്പെടുന്നു. ചീസ് ചുട്ടുപഴിപ്പിച്ച് മുകളിൽ തേനും റോസ് സിറപ്പും ചേർത്ത് തയ്യാറാക്കി അണ്ടിപ്പരിപ്പ് പൊടിച്ച് അതിനു മുകളിൽ വിതറിയതായും പറയപ്പെടുന്നു. ഇങ്ങനെ വ്യത്യസ്ത തരത്തിലാണ് കുനാഫ അന്ന് ഉണ്ടാക്കിയിരുന്നതായും പറയപ്പെടുന്നു. വളരെ രുചികരമായ ഈ ഭക്ഷണം നിങ്ങൾക്കെല്ലാവർക്കും പരിചയപ്പെടുത്തണം എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. കാസർഗോഡ് ജില്ലയിലെ നായന്മാർ മൂലയിൽ സ്ഥിതി ചെയ്യുന്ന കുനാഫെ വേൾഡ് എന്ന കടയിൽ നിന്നാണ് ഞാനിത് വാങ്ങിച്ചത്. വ്യത്യസ്ത മോഡലിലും ഡിസൈനിലുമുള്ള കുനാഫകൾ നിങ്ങൾക്ക് ഇവിടെ നിന്നും ലഭിക്കുന്നതാണ്. ഞാൻ വാങ്ങിച്ചത് നോർമൽ കുനാഫയാണ്. വ്യത്യസ്ത രീതിയിൽ പാകം ചെയ്ത ക്രീമുകൾ ചേർത്ത ചോക്ലേറ്റ് ചേർത്ത കുനാഫകൾ ഇവിടെ ലഭിക്കും. വ്യത്യസ്ത വിലകളിലാണ് ഇത് കിട്ടുക. സ്മോൾ, മീഡിയം, ലാർജ് സൈസുകളിൽ ലഭിക്കും. ഞാൻ വാങ്ങിച്ചത് ലാർജ് സൈസാണ്. ഒരെണ്ണത്തിന് 350 രൂപയായി കേട്ടോ. നിങ്ങൾക്കും കുനാഫയെ പറ്റി അന്വേഷിക്കാം, ഉണ്ടാക്കാൻ ശ്രമിക്കാം. നിരവധി യൂട്യൂബ് വീഡിയോകളാണ് ഇത് വിശദീകരിച്ചു തരുന്നത്. മറ്റ് ജില്ലകളിലും ഇത് കുനാഫെ വേൾഡിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.